ഈ ഒരു ഇതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു റെഡ് ബട്ടൺ വരുന്നില്ലേ, ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഓൺ ബട്ടണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് സമയമൊക്കെ ഇത് ഓടിക്കാതെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ചെയ്യും. ആ ഓഫ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ പിന്നെ ഇത് ഈ ബോഡി തുറക്കണം ഈ ഒരു ഓൺ ബട്ടണിലോട്ട് നമുക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണായി. ഓക്കെ, വണ്ടി ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ആക്ച്വലി കുറച്ച് ലൈറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ 2 ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലേ, അതുപോലെ തന്നെ ബാക്കിൽ ബ്രേക്ക് ലൈറ്റിൻ്റെ ഇവിടെ ആയിട്ട് ഒരു റെഡ് ലൈറ്റ് നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷൻ്റെ ഭാഗമായിട്ട് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് എല്ലാം റെഡി ആയി നിർത്തിയിട്ട് വേണ്ടി വരും നമുക്ക് ആക്ച്വലി വണ്ടി ഒന്ന് റൺ ചെയ്യിക്കാൻ എടുക്കാൻ. കാരണം അല്ലെങ്കിൽ ജസ്റ്റ് വണ്ടി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം യൂസ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഓക്കെ, ഓഫ്. നമ്മൾ മേലത്തെ ഇത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ബാറ്ററി ഇട്ടു. ഇനി റിമോട്ട് എടുക്കുക, റിമോട്ടിന് ബാറ്ററി ഇടണം. ആക്ച്വലി നമ്മൾ വേറെ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ബാറ്ററി ഇടാം. 4 ഡബിൾ എ ബാറ്ററി ആണ് കേട്ടോ. ഇതിന് ആക്ച്വലി ബാറ്ററി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇട്ടു. നമ്മൾ ഓൺ ബട്ടൺ പ്രസ് ചെയ്തു. ഓക്കെ, കണക്റ്റായി. കണക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്നിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഉള്ളിലൊരു വൈറ്റ് ലൈറ്റും പിന്നെ അതിൻ്റെ ചുറ്റിലും ഒരു ബ്ലൂ ആയിട്ടുള്ള ഒരു ലൈറ്റും, ഇങ്ങനത്തെ ഒരു ലൈറ്റ് ടൈപ്പാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇൻഡിക്കേറ്റർ ആക്ച്വലി വരുന്നില്ല. അതൊന്ന് ലൈറ്റിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വൈറ്റ് ലൈറ്റ് മാത്രം. അപ്പം